പ്രശാന്ത് മാഷേ, കേരളത്തിൽ വിസ്മയങ്ങൾ ഇനിയും സംഭവിക്കുമെന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ വിസ്മയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം എന്തൊന്ന് ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തിൽ വിസ്മയം എന്ന് പറയുമ്പോൾ പുള്ളി 2026 ഏകപ്പാടെ അധികാരത്തിൽ വരുമെന്ന് ഇപ്പം എനിക്കൊന്ന് രാഹുൽ ഗാന്ധിക്കും AICCക്കും പോലും പ്രതീക്ഷയുള്ളൊരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെയുള്ള പ്രതീക്ഷ കണ്ടായിരുന്നല്ലോ നമ്മൾ. ഇപ്പം ഈ ഇന്ത്യ മൊത്തവും ഇനി ഒരിക്കലും ഉണ്ടാകാത്ത പാർട്ടി അല്ലെങ്കിൽ തിരിച്ചു വരാത്ത പാർട്ടിയിൽ നിന്ന് ഓരോ ദിവസവും മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ഉറപ്പിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച് 100 സീറ്റിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുമ്പോൾ ഇവർ കിടന്ന് ഇവിടെ വലിയ വടക്കം പൊട്ടിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആണല്ലോ. 50 സീറ്റിൽ നിന്ന് 100 സീറ്റിലേക്ക് പോയ കോൺഗ്രസ് എവിടെയൊക്കെയാണ് ഈ സീറ്റ് വർദ്ധിപ്പിച്ചതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. UP-യിൽ എങ്ങനെ വർദ്ധിപ്പിച്ചു? അഖിലേഷ് യാദവിന്റെ കെയർ ഓഫ്. തമിഴ്നാട്ടിൽ എങ്ങനെ വർദ്ധിപ്പിച്ചു? ഈ കരുണാനിധി അല്ലെങ്കിൽ സ്റ്റാലിന്റെ കെയർ ഓഫ്. അപ്പോൾ ഓരോരുത്തടത്തും ഘടകകക്ഷികളുടെ കെയർ ഓഫ് ാണ് ഈ 50 സീറ്റിന്റെ ഉയരമുണ്ടായത്. ബീഹാർ ഉൾപ്പെടെ ഉള്ളത്. ഏറ്റവും അവസാനം ബീഹാറിൽ നമ്മൾ കണ്ടില്ലേ, ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നിലനിൽപ്പിന്റെ വിഷയമായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാറിനെ അറിയാമല്ലോ. നിതീഷ് കുമാറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്ര പറയുമ്പോഴും അഴിമതിക്കാരനല്ല. ബീഹാറിനെ ഒരു പരിധിവരെ ഈ അവസ്ഥയിൽ എത്തിച്ച ആളാണ്. പക്ഷേ അധികാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഓട്ടോയുടെ സ്വഭാവമാണ്. ഓട്ടോ നമുക്കറിയത്തില്ല. നമുക്ക് ഈ ഓട്ടോ എന്ന് പറയുന്ന കാര്യം സാറിനറിയാം. ഓട്ടോ എന്ന് പറയുന്നത് വാഹനം മുമ്പേ പോയാൽ മറ്റു വാഹനത്തിന്റെ കൂട്ടത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. വലത്തോട്ടാണ് ഇടത്തോട്ടാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് BJPയുടെ കൂടെ അങ്ങനെ നാളെ കാലത്ത് കോൺഗ്രസിന്റെ കൂടെ പോകുന്നതിനകത്ത് അപ്പൊ അദ്ദേഹത്തിന് യാതൊരു ഉളുപ്പുമില്ല അധികാരത്തിന്. നമ്മൾ കണ്ടതാണല്ലോ എന്നെ BJPയുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഉടനെ ഈ മറ്റേ അദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ടല്ലോ, ലാലുവിന്റെ മകന്റെ പാർട്ടിയുടെ കൂടെ പോയി അധികാരത്തിൽ കുറെ നാൾ വീണ്ടും ഘടകം പറഞ്ഞ് പുറത്തു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പാർട്ടിയുടെ കൂടി അല്ലെങ്കിൽ ചേർന്ന് നിന്നാണ് കേന്ദ്രത്തിൽ ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇതുപോലെ തുലാ വന്നാൽ, കഴിഞ്ഞ പ്രാവശ്യം ഈ ലാലുവിൻ്റെ മകൻ്റെ പാർട്ടിയുടെ അവസ്ഥ അറിയാമായിരുന്നല്ലോ. ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ BJP ആണ് ഒന്നെങ്കിൽ 2 സീറ്റിൻ്റെ 1 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ. അപ്പം അതേ രീതിയിൽ പ്രതിപക്ഷം ശക്തമായിട്ട് നിന്നിട്ട് ബീഹാർ ഭരണം ഈ നമ്മുടെ നിതീഷ് കുമാർ നയിച്ചുകൊണ്ട് പോയായിരുന്നു. ആ BJPയുടെ കൂടെ ആയിരുന്നു. ഈ കേന്ദ്രത്തിൽ ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP ആയിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത BJPയുടെക്ക് ഭൂരിപക്ഷം കൊടുക്കുന്ന ആരാ? നിതീഷ് കുമാർ. ബീഹാറിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, രാഷ്ട്രീയ മാറ്റം വന്നാൽ അത് ഒരു കേന്ദ്രത്തിലെ ഭരണത്തെ വരെ ബാധിക്കും. അതുകൊണ്ട് ഭയങ്കര മത്സരമായിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി ഇറങ്ങി നാശമുണ്ടാക്കി SIR കൊണ്ടുവന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടെ വന്നു. വലിയ പ്രചരണം. ഏറ്റവും കൂടുതൽ പ്രചരണം കേരളത്തിലായിരുന്നു. കാരണം SIR ഇപ്പോൾ തകർക്കും, BJP ഒലിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അവസാനം വന്നതെന്ന് പറഞ്ഞാൽ ഈ അവിടെ ആണ്ട് തീരുമാനമായി SIR-നകത്തൊന്ന് 6 ലക്ഷം പേരെ ഉള്ള ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ചെന്ന് നോക്കിയപ്പോഴും ഇവിടെ നോക്കിയപ്പോഴും ഇവൻ്റെ അച്ഛനും ഇവൻ്റെ തന്തയും ഇവിടുത്തെ ആരും ഒന്നും അല്ല. ഇവരെല്ലാം രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുമായിരുന്നു. അവരെ പുറത്താക്കാൻ തീരുമാനിച്ചു. ഇവരെ വെച്ചോണ്ടായിരുന്നു രാഹുൽ ഗാന്ധി യാത്ര അയച്ചത്. വോട്ടില്ലാത്തവനെ വെച്ചോണ്ട് യാത്ര അയച്ചിട്ട് വല്ല കാര്യമുണ്ട്. അവസാനം സമാപന സമ്മേളനത്തിൽ ആ മോദിയുടെ അമ്മയ്ക്ക് ചീത്ത വിളിച്ചു. അവിടെ വന്നപ്പം ലക്ഷങ്ങൾ പങ്കെടുക്കേണ്ടിടത്ത് 10,000 പേര് പോലും ഇല്ലായിരുന്നു. അവിടുന്ന് പുള്ളി പാലായനം ചെയ്തു. അവസാനം ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും ഈ നിതീഷ് കുമാറിന്റെ മകൻ പറഞ്ഞ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അല്ല, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. കാരണം ഈ ഒരു സാറേ എന്തോ പാടാ കെട്ടിപ്പിടിക്കും ഒരു ഇലക്ഷൻ സമയത്ത് കൊണ്ടുവന്ന് പൊളിച്ചും കളഞ്ഞില്ലേ. മോദിയുടെ അമ്മയെ പറഞ്ഞപ്പോഴത്തേനും മോദി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഈ ജനങ്ങളുടെ എല്ലാ അമ്മയെ പറഞ്ഞ പോലെ ഞാൻ കരുതുന്നുള്ളൂ, അവരതിന് മറുപടി കൊടുത്തോളൂ. മനസ്സിലായാലും കൊടുത്തോളൂ. ആ പുള്ളി അത്രയും പറഞ്ഞിട്ടങ്ങ് പോയി. ഇതവിടെ വലിയ പ്രശ്നമായി. കാരണം ഇയാൾ ഇനി ഇങ്ങോട്ട് ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണ്? ഏറ്റവും അവസാനം വന്നപ്പോൾ വീണ്ടും ഇയാൾ അവിടെ സമയമാക്കി ചാടി. ഇയാളും ചാടി, ഇയാളുടെ പെങ്ങളും ചാടി. നമ്മുടെ സീറ്റ് വിഭജനം വന്നപ്പോൾ അതിനകത്ത് മൊത്തം തർക്കം. ഏറ്റവും അവസാനം വരെ സീറ്റ് വിഭജനം ഒക്കാത്ത രീതിയിലായി. അവിടെ സീറ്റ് വിഭജനത്തിന് വേണ്ടി വന്നിറങ്ങിയ കോൺഗ്രസ്സുകാർ എയറോട്രോമിലിട്ട് തല്ലി ആകപ്പാടെ നാശമാക്കി. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനെക്കാട്ടി 10 സീറ്റ് കുറച്ച് കൊടുത്തു. അവസാനം മത്സരം വന്നപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. മത്സരം വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷം, ഇതുവരെ ഇല്ലാത്ത കാര്യം ആണ്. ഏതാണ്ട് 3-2 ഭൂരിപക്ഷം ഇല്ലയോ? മറ്റേതില്ല.
മറ്റവരില്ല. ഏതാണ്ട് BJPക്ക് 89, JDUവിന് 85, മനസ്സിലായിരുന്നില്ല. അതിന്റെ ഒരു LJP എന്ന് പറഞ്ഞ ഈ രാംവിലാസ് പാസ്വാന്റെ മകന്റെ ഒരു പാർട്ടിയാണ്. അവൻ 25 ഇടത്ത് മത്സരിച്ച് 25 സീറ്റേ കൊടുത്തുള്ളൂ, 19 ഇടത്തും ജയിച്ചു. മനസ്സിലാവും. കോൺഗ്രസ് 60 ഇടത്ത് മത്സരിച്ച് 6 ജയിച്ചു. ഇപ്പൊ അതാണ്ട് കിടക്കുന്നു, മൊത്തത്തിൽ പോയി. നമ്മൾ ഈ പറയത്തില്ല കട മൊത്തത്തിൽ വിൽക്കാന്ന്, മൊത്തം കച്ചവടം, അടപടലം JDU ചേരാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ കാരണം ഈ കോൺഗ്രസ് ഇവർ ഈ പറയുന്ന ന്യായമൊക്കെ പറയും, ഇവിടെ പറയുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ബീഹാറിൽ കോൺഗ്രസ് ഇല്ല സാറേ, അറിയോ? ബീഹാറിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഉള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റവരുടെ കെയർ ഓഫ് നിൽക്കുക. തമിഴ്നാട്ടിലുണ്ടോ കോൺഗ്രസ്? UPയിലുണ്ടോ കോൺഗ്രസ്? എത്ര ശതമാനം വോട്ടുണ്ട്? ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിലെ അവസ്ഥ അറിയാമല്ലോ. ശതമാനത്തിനകത്ത് ഇപ്പോഴും നോക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, പക്ഷെ മത്സരിച്ച ഒറ്റ സീറ്റും കിട്ടുന്നില്ല. BJPയോട് കൂടി മത്സരിക്കാന്നുള്ളത്. അതുപോലെ മഹാരാഷ്ട്രയിൽ അവസ്ഥ അറിയാമല്ലോ, കോൺഗ്രസ് ഇല്ല, അവിടെ തീർന്നു. ബാക്കി കർണാടകയിലുണ്ട്. കാരണം ഈ മറ്റു ചില എനിക്കൊരു മധ്യപ്രദേശിലെ മറ്റു ചിലതൊക്കെ ഉണ്ട്. പക്ഷേ തെലുങ്കാന പിന്നെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഹിമാചൽ പ്രദേശ്. അപ്പൊ ഇവിടെയൊക്കെ ഹിമാചൽ പ്രദേശിൽ ഈ പറയുന്ന പോലെ തുലാതുല മത്സരിച്ച് തോക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ജയിക്കുന്ന അവസ്ഥയിലുള്ള ഇവിടെ ഘടകകക്ഷികൾ, അതായത് ഇതുപോലെ JDU പോലെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ UPയിലെ ലാലു പ്രസാദിന്റെ മകന്റെ പോലെ സ്റ്റാലിന്റെ കൂടെ പോലെ ഉള്ളത് നിന്നാണ് ഇവർ കെയർ ഓഫിലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് വോട്ട് ശതമാനം ഉള്ളത് ജയിക്കാൻ വേണ്ടി ഒരവസ്ഥയില്ല. അത്രയ്ക്ക് ഓരോ ദിവസവും ഇല്ലായ്മ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമുക്ക് കാണുന്നത്. ഇപ്പൊ ഇവിടെ വിസ്മയം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വിസ്മയം എന്ന് പറഞ്ഞാൽ ഉള്ള MLA കൂടോടെ, അല്ലാതെ ഇപ്പൊ 6 ഉള്ളായിരുന്നു, 6 ഒന്നിച്ച് പോയി. അപ്പൊ ഇനി ഇവിടെ കോൺഗ്രസ് 0. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഇവര് പറയുന്നല്ലോ ഇന്ത്യ ഭരിച്ച 55 കൊല്ലവും അല്ലെ നൂറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യം. അവിടെ OWൈസിയുടെ പാർട്ടിക്ക് 5 ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ഒരുത്തും പോയിട്ടില്ല, ഇനിയും പോത്തുമില്ല. മനസ്സിലായില്ലേ? ഏതാണ്ട് HAMS, അത് എൻ്റെ അടുത്ത് ചെറിയ പാർട്ടി, അവർക്കും 5 അവർക്കും 5. അവര് പോകത്തില്ല. അപ്പൊ അവർക്കുള്ള രാഷ്ട്രീയ ബോധവും അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടും പോലും കോൺഗ്രസ്സുകാരനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള പ്രതീക്ഷ പോലും നാളേക്ക് ഇന്ത്യയിൽ ഈ കോൺഗ്രസിനില്ല, കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉറപ്പില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ വിസ്മയമൊക്കെ കണ്ടേ കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കെ ഒരു കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യണം. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന 6 MLA കൂടി ഇപ്പോ പോയിരിക്കുന്നത് JDUയിലേക്ക്. ഇതുവരെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. പക്ഷെ ഇപ്പൊ JDU ആണ് അവിടെ ഇപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് അവിടെ ഫലത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ എന്തായാലും അതും ഒരു വിസ്മയം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വിസ്മയം ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് എനിക്ക് പറയാനൊക്കെ എന്നെ സംബന്ധിച്ചോളൂ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ആ പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്. കാരണം പാർട്ടി മാറുമ്പോൾ അത് കൂറുമാറ്റമാണ്. അപ്പൊ ഇവർക്ക് MLA പറ്റില്ല. അല്ല, പറ്റും. ഇല്ല, കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ 50 ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 6 പേര് മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ പേര് മാറി കൂറുമാറ്റം ഇല്ല, ഇല്ല, തീർന്നു. അതായത് കൂടുതൽ അല്ലെങ്കിൽ എനിക്കൊന്ന് 3-2, ഇപ്പം 10 പേരുണ്ടെങ്കിൽ 3-2 അങ്ങനെ ഒന്നുമില്ല. ഇടപെടാനും പോയാൽ എന്തോ കാര്യം ഒരു പ്രശ്നമില്ല, തീർന്നായിരുന്നു. അപ്പൊ അതാണ് ഒരു വിസ്മയം തന്നെ. ഇതിനകത്ത് പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് നാളെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് MP-മാർക്കോ MLA-മാർക്കോ നേതാക്കന്മാർക്കോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഇലക്ഷൻ കഴിയുന്നിടം വരെ ആ പ്രതീക്ഷയൊന്നുമില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം ഇവിടുത്തെ പ്രതീക്ഷ ഒരുപക്ഷെ 2026 ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ വിസ്മയം അങ്ങ് മാറുമെന്നാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല. പിന്നെ അതെ കേരള കോൺഗ്രസ് കൂടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അടിച്ച് പെരിയുമെന്നാണ്. കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നാൽ സീറ്റ് ഇല്ലാത്തവരെല്ലാം കൂടെ വേറെ പാർട്ടിയിലോട്ട് പോകും. അവർ സ്ഥിതി വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ വിസ്മയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇന്ത്യ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലും ഘോഷയാത്ര നടക്കുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. തിരി സമയമല്ല. വിസ്മയം ഇപ്പോൾ കേരളത്തിലുണ്ടാകാം. മലപ്പുറത്തെ ഈ കുംഭമേള പാലത്തിൻ്റെ വിഷയം വെച്ച് കുംഭമേളയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് വലിയ ചർച്ചയാവുകയും ഇപ്പോൾ കുംഭമേള നടത്തി അടങ്ങുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനെ തടയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം അത് ഇലക്ഷന് വലിയൊരു വിസ്മയം ചിലപ്പോൾ പിണറായിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത. തിരുപ്പുരക്കുണ്ടത്തെ ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദീപത്തൂണിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി നടത്തിയ ആ സമരം പോലൊരു സമരം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഇവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും, ഐക്യദാർഢ്യം ഉണ്ടാവുക. ഇവിടുത്തെ മാത്രമല്ല, കേരളത്തിൽ നിന്നല്ല, ഇത് ഇന്ത്യയിൽ മൊത്തവും ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലേക്ക് കുംഭമേള മാറും. ജനം ഒഴുകിയെത്തും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ അതിനകത്തായി കർണാടകയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടില്ല 5000 ബസ്സോളം ബുക്ക് ചെയ്തിരിക്കുന്നു. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു വിസ്മയമാവും. വിസ്മയമാവും. ഇന്ത്യ കേരളത്തിലേക്ക് ഒഴുകി വരും. അതെ, ഇന്ത്യ കേരളത്തിലേക്ക് ഒഴുകി വരും.